CPIM ബന്ധം ഉപേക്ഷിച്ച ശേഷം മുഖ്യമന്ത്രിക്കെതിരെ അടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾ പരസ്യമായി ഉയർത്തിയതിനു ശേഷം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി അൻവറിന്റെ നയവിശദീകരണ സമ്മേളനത്തെ ഉറ്റുനോക്കുകയാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ എന്ന പേരിൽ പുതിയ കൂട്ടായ്മ ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് നിലവിൽ അതിൻ്റെ രൂപീകരണമെങ്കിലും പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തിലേക്ക് മാറും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പൊതുസമ്മേളനത്തിനായി മഞ്ചേരിയിൽ വിശാലമായ വേദി ഒരുക്കിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ 10 കസേരകളുണ്ട്. അതിലാരൊക്കെ എന്നുള്ള രാഷ്ട്രീയ കൗതുകവുമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. DMK സഹകരണത്തിൽ ഇപ്പോഴും PV അൻവർ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും സ്റ്റാലിനോട്, DMKയോട്, ദ്രാവിഡ മുന്നേറ്റ കഴകത്തോട് ചേർന്ന് നിൽക്കാനാണ് അൻവറിൻ്റെ തീരുമാനം എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി മഞ്ചേരിയിലെ വേദിയിൽ നിന്ന് ചേരുകയാണ്. ഹാഷ്മി, ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ LDF സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി നേരിയ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഒരു ദിവസം 2-3 തവണ മാധ്യമങ്ങളെ കണ്ട് അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെയൊക്കെ ഉയർത്തുന്ന PV അൻവർ ഈ RSSനെതിരെ, BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന MK സ്റ്റാലിനോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി ശ്രദ്ധേയമായ കാര്യമാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമാണെങ്കിൽ ഈ ഗൂഡല്ലൂർ, നീലഗിരി മേഖലയിൽ നിന്നൊക്കെയുള്ള DMK പ്രവർത്തകർ ആ പരിപാടിയുടെ ഭാഗമാകാനെത്തുന്നു. അൻവറിൻ്റെ നയവിശദീകരണ യോഗമെങ്കിലും ഒരു DMK പരിപാടിയുടെ സ്വഭാവം നമുക്കവിടെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നു. കൊടിതോരണങ്ങളിലായിക്കോട്ടെ, ഈ പ്രവർത്തകർ ചുറ്റിവന്ന ഷാളുകളിലായിക്കോട്ടെ, അങ്ങനെ ഒരു DMK പരിപാടിയുടെ സ്വഭാവത്തിലാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ. ഹാഷ്മി, DMK പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നീലഗിരി മേഖലയിലും അല്ലാത്തയും DMK പ്രവർത്തകരുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് PV അൻവറിന് കേരളത്തിലെ DMKയുടെ പിന്തുണയുണ്ട്, DMKയിലേക്ക് അൻവർ എടുക്കും എന്ന് തന്നെ പ്രവർത്തകർ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഇളങ്കോയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇളങ്കോ അല്ല അന്തിമമായ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുകൂടി ആ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അൻവർ അദ്ദേഹത്തിന് ഒതായിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ പ്രസംഗത്തിൽ ഈ DMK സഹകരണവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വ്യക്തമായ ധാരണ പറയും എന്ന കാര്യം എന്തായാലും ഉറപ്പാണ്. എന്തായാലും ഈ യോഗത്തിലേക്ക് DMKയുടെ 2 നിരീക്ഷകർ എത്തുന്നു എന്നുകൂടി നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നു. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ നേരത്തെ നമ്മൾ ചന്തക്കുന്നിൽ കണ്ടതുപോലെ, കോഴിക്കോട് കണ്ടതുപോലെ അൻവർ എന്ത് പറയുന്നത് കേൾക്കാനുള്ള ആകാംക്ഷാപൂർവ്വം വരുന്ന ജനക്കൂട്ടമല്ല ഇങ്ങോട്ടേക്ക് വരുന്ന ആൾ അൻവറിനൊപ്പമുള്ള അനുയായി വൃന്ദമാണെന്ന് ഉറപ്പായി പറയാം. അൻവറിനൊപ്പമുള്ള അല്ലെങ്കിൽ മുന്നോട്ടുള്ള അൻവർ രാഷ്ട്രീയ നീക്കങ്ങളിൽ അൻവറിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് കരുതുന്നവരാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. കാര്യം പോയ 2 ദിവസങ്ങളുടെ സ്വഭാവത്തിലുള്ളതല്ല. പറയാനുള്ള കാര്യങ്ങളൊക്കെ അൻവർ ഇതിനോടകം തന്നെ പറഞ്ഞു തീർത്തിരിക്കുന്നു. അൻവർ അടുത്ത രാഷ്ട്രീയ മൂവ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയ മൂവാണ് ഇത്തരത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു മുന്നേറ്റം, ഒരു സാമൂഹിക മുന്നേറ്റ പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വന്നു ചേരുന്നവർ അൻവർ എന്ത് പറയുന്ന ആകാംക്ഷയിൽ മാത്രം വരുന്നവർ, അൻവറിനൊപ്പം ഇനി എല്ലാ കാലവും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളവരാണ്. ഇവിടെ അൻവറിന്റെ ടീഷർട്ടൊക്കെ ഇട്ട് കുറേ അധികം ആളുകളെ കണ്ടിരുന്നു. ഈ ടീഷർട്ട് എവിടെ കിട്ടിയാ? ഈ ടീഷർട്ട് ഇവിടെ മെമ്പറായിട്ട് കിട്ടിയ ആണല്ലേ? മെമ്പറായോ ഈ മുന്നേറ്റത്തിൽ? ഇതിന്റെ അൻവറിന്റെ കൂടെ ഉണ്ട് എപ്പോഴും. എങ്ങനെയാ മെമ്പർഷിപ്പ് ഒക്കെ ആയിട്ടുണ്ട്? എങ്ങനെയാ മെമ്പർഷിപ്പ് അല്ല, അൻവറിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ആളും കൂടാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ പ്രതികൂല കാലാവസ്ഥ ആയത് കാരണമാണ് ആളുകൾ കുറവായിട്ടില്ല. എന്നാലും വിചാരിച്ചതിനെക്കാട്ടി എത്രയോ മടങ്ങ് ആളുകൾ അപ്പോൾ റീത്ത് ആൾ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ നല്ല അസാധ്യമായ മഴയായിരുന്നു ഈ മേഖലയിൽ. അതുകൊണ്ട് മഴ ഒരുപക്ഷെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ എത്തുന്നവരുടെ യാത്ര അല്പം വൈകിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ സമ്മേളനത്തിന് സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ കാണാം. അവിടെ ആ വേദിയിൽ നിന്ന് കുറേയധികം ആളുകൾ കൂട്ടം ഇങ്ങോട്ടേക്ക് എത്തുന്നു. വഴിക്കടവിൽ നിന്ന് 2-3 ബസ്സിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ വേദിയിൽ കലാരൂപം, ഇവിടെ കലാപ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും DMKയുടെ കൊടി പിടിച്ചുകൊണ്ട് DMKയുടെ പ്രവർത്തകർ കുറേ അധികം വഴിക്കടവിൽ നിന്നും അല്ലാതെയും ഒക്കെയുള്ള DMKയുടെ പ്രവർത്തകർ കുറേ അധികം ഇങ്ങോട്ടേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. റീത്ത് ഇപ്പോൾ ഒരു സംഘം ആളുകൾ അവിടുന്ന് ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ അവിടുന്ന് ഒരു സംഘം ആളുകൾ അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുമുണ്ട്. അങ്ങനെ ഈ സമ്മേളന നഗരി കൂടുതൽ സജീവമാവുകയാണ്. സമ്മേളനം തുടങ്ങാൻ പോകുമ്പോഴേക്കും ഈ സമ്മേളന നഗരി കൂടുതൽ സജീവമാവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അൻവർ ഇവിടെ മലബാറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. വേറെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേരുക അല്ലെങ്കിൽ DMKയിലേക്ക് തുടങ്ങിയ രാഷ്ട്രീയ പരിപാടികളല്ല. അൻവറിൻ്റെതായ രാഷ്ട്രീയ പരിപാടികളുണ്ട്. അത് എത്രത്തോളം ഈ മലബാർ മേഖലയിൽ സ്വാധീനമുണ്ടാക്കുമെന്ന കാര്യം നമുക്ക് അത് വരും നാളുകളിൽ കണ്ടറിയേണ്ടതാണ്. റീത്ത് എന്തായാലും അൻവർ മുന്നോട്ട് വെക്കുന്ന താരതമ്യം ഇതാണ്. BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നത്, അതിന് പ്രതിബദ്ധതയുള്ളത് പിണറായി വിജയനാണോ സ്റ്റാലിനാണോ എന്ന താരതമ്യത്തിന് മുന്നോട്ട് വെക്കുകയാണ്.
നമുക്കറിയാം ഈ പറഞ്ഞ മലബാറിന്റെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ആ താരതമ്യം വെക്കുമ്പോൾ അൻവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഉറപ്പായും റീത്ത് അൻവറിന്റെ ഈ നീക്കങ്ങൾക്ക് 2 ഘട്ടങ്ങളൊന്നും ഉറപ്പായും പറയാം. അതിൽ ആദ്യ ഘട്ടം ഈ പറഞ്ഞ കടുത്ത ഭരണവിരുദ്ധ വികാരം, ADGPക്കെതിരായ ആരോപണം, അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, അത് ശക്തമായി പറയുന്ന 1ാം ഘട്ടം കഴിയുന്നു. 2ാം ഘട്ടം എന്നുള്ളത് ഉറപ്പായും ഈ CPM ഒരു മലപ്പുറം ജില്ലയെ തീവ്രവാദികളാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജില്ലയിലെ തീവ്രവാദ ജില്ലയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് ചിത്രീകരിക്കാനുള്ള 2ാം ഘട്ടം PV അൻവർ തുടങ്ങി വെച്ചു. അതിനിടയിലാണ് ആ ഹിന്ദുവിൽ മുഖ്യമന്ത്രിയായി വന്ന PR ഏജൻസി വിവാദം, അതിന് CPMന് മറുപടിയില്ലായ്മകൾ, ADGP ഇപ്പോഴും ഏതെങ്കിലും നടപടി ഉണ്ടാവുന്നില്ല, അതിലെ മറുപടിയില്ലായ്മകളൊക്കെ കൃത്യമായും രാഷ്ട്രീയമായി PV അൻവർ മുതലെടുക്കുന്നുണ്ട് റീജിത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും ഏത് രീതിയിലാണ് ഭരണവിരുദ്ധ വികാരം അൻവർ ഇബ്രാഹിം വിവരങ്ങൾ നൽകുക.